ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രെയിമായ ദുബായ് ഫ്രെയിം കാണാനാണ് ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് പോകുന്നത്. ദൂരെ നിന്ന് തനുവത വിരൽ ചൂണ്ടിക്കാണിക്കുന്നു. 490 അടി ഉയരമുള്ള ദുബായ് ഫ്രെയിമിൻ്റെ മറ്റൊരു ആകർഷണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും മേലെ കയറിയിട്ട് നമ്മൾ ഗ്ലാസ്സിലൂടെയുള്ള ഒരു സ്കൈ വാക്കാണ്. ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് ഉൾഭാഗം. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇതിലോട്ടുള്ള പ്രവേശനം. അപ്പോൾ ഇതാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുന്നത് ഈ മ്യൂസിയത്തിലോട്ടാണ്. ഇതിൻ്റെ മെയിൻ ആകർഷണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ദുബായ് എങ്ങനെയായിരുന്നു എന്നാണ് അവർ ഈ മ്യൂസിയത്തിലൂടെ നമുക്ക് കാണിക്കുന്നത്. പണ്ടത്തെ അവർ മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകളും അവരുടെ കടകളും അവരുടെ കച്ചവട സാധനങ്ങളും അതുപോലെ അവർ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഈ മ്യൂസിയത്തിൽ അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ വിഷ്വൽ എഫക്റ്റും കൂടിയും വരുമ്പോൾ നമുക്കിത് റിയൽ ആണെന്നേ തോന്നൂ. അങ്ങനെ മ്യൂസിയം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നത് നേരെ മറ്റൊരു ലിഫ്റ്റിൻ്റെ അടുത്താണ്. ആ ലിഫ്റ്റിൽ നിന്ന് നമ്മൾ കയറിയാൽ നേരെ ഏറ്റവും മേലത്തെ ഡെക്കിലോട്ടാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഈ ചില്ലിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആദ്യം പേടി തോന്നും, പിന്നെ അത് രസമായിട്ടാണ് തോന്നുക. ഫ്രെയിമിന്റെ ഈ സൈഡിലാണ് മോഡേൺ ദുബായ്, ഇവിടെ ഈ സൈഡിൽ ഓൾഡ് ദുബായ്. അതെ, ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഓൾഡ് ദുബായിയെയും ന്യൂ ദുബായിയെയും വേറെ വേറെ കാണാം. ഇതാണ് മറ്റേ സൈഡ്. അതാ കാണുന്നു ബുർജ് ഖലീഫ. നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ ലൈറ്റ് വെച്ചാലോ, റെയിൻബോ കളർ. ഏതൊക്കെ ഗ്ലാസ് ആണ് ആടെയാണ് നോക്കിക്ക അല്ല തന്നെ. ഒരു പേടിയും ഇവനില്ല കേട്ടോ ഈ ചില്ല് നിൽക്കാൻ. നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ ഒരു സൈഡിലൂടെ മേലോട്ട് കയറി സ്കൈ വാക്കിലൂടെ നടന്ന് നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ മറ്റേ സൈഡിലൂടെ ഇനി താഴോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ എത്തുന്നത് ഫ്യൂച്ചർ ഓഫ് ദുബായ് എന്ന ഒരു മ്യൂസിയത്തിലോട്ടാണ്. ഭാവിയിൽ ദുബായ് എങ്ങനെയാണെന്നാണ് ഇവരിവിടെ ഈ മ്യൂസിയത്തിൽ കാണിക്കുന്നത്. ദുബായ് ഫ്രെയിം ഗോൾഡൻ റേഷ്യോ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ദുബായ് ഫ്രെയിമിക്ക് ഇങ്ങനത്തെ 2 അവാർഡ് കിട്ടിയത്. ഈ ഫ്രെയിം ഉണ്ടാക്കാൻ ഓൾമോസ്റ്റ് 3600 എൻജിനീയേഴ്സ് വർക്ക് ടുഗെദർ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതുകൂടാതെ ഇതിനുള്ളിൽ അതിമനോഹരമായി ഒരു സുവനിയർ ഷോപ്പും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസ് എല്ലാം എടുത്ത് നമുക്ക് ഫൗണ്ടൻ കിട്ടിയല്ലേ.